ഹായ് ഓൾ, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദി ഫ്ലവേഴ്സ് ഓഫ് മാംഗോ ആൻഡ് കാഷ്യൂ ട്രീ. മാംഗോൻ്റെയും അതുപോലെ തന്നെ കാഷ്യൂ ട്രീൻ്റെയും ഫ്ലവേഴ്സ് ഒബ്സർവ് ചെയ്യുക. കമ്പയർ ദി ഫ്ലവേഴ്സ് ആൻഡ് ദെയർ ഫ്രൂട്ട്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. റൈറ്റ് ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. എന്നിട്ട് അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും എഴുതാനാണ് പറയുന്നത്. അപ്പം മാംഗോൻ്റെയും കാഷ്യൂ ട്രീൻ്റെയും ഫ്ലവേഴ്സ് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സിനെയും കമ്പയർ ചെയ്യാനാണ്. കമ്പയർ ചെയ്തിട്ട് ഡിഫറൻസും സിമിലാരിറ്റീസും എഴുതണം. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ നോക്കാം. എങ്ങനെ നമുക്ക് ആദ്യം സിമിലാരിറ്റീസ് എഴുതാം. ബോത്ത് ആർ ഫ്ലവറിങ് പ്ലാന്റ്സ്. രണ്ടും എന്താണ്, ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ബോത്ത് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ഫ്രം ഫ്ലവേഴ്സ്. രണ്ടും എവിടെ നിന്നാണ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫ്ലവേഴ്സ് എന്നാണ്. ബോത്ത് കണ്ടെയ്ൻ സീഡ്സ്. രണ്ടിലും എന്തുണ്ട്, സീഡ്സ് ഉണ്ട്. അടുത്തത് ഡിഫറൻസ് ഏതാണെന്നുണ്ടെങ്കിൽ മാംഗോൻ്റെ ഡിഫറൻസ് ആണ് ഫ്ലവർ സ്മോൾ മെനി ഇൻ ക്ലസ്റ്റേഴ്സ്, അതായത് ഇൻഫ്ലോറസൻസ് ഉണ്ടാവും. ഫ്രൂട്ട്സ് ഫ്ലഷി ഫ്രൂട്ട് വിത്ത് 1 ലാർജ് സീഡ്. കാഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഫ്ലവർ എങ്ങനെയാണ്, സ്മോൾ അറേഞ്ച്ഡ് ഇൻ ക്ലസ്റ്റേഴ്സ്. ഫ്രൂട്ട് കാഷ്യൂ ആപ്പിൾ വിത്ത് എ സീഡ്. കാഷ്യൂ ആപ്പിൾ വിത്ത് എ സീഡ്, ഒരൊറ്റ സീഡേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കാഷ്യൂ നട്ട് അറ്റാച്ച്ഡ് ഔട്ട്സൈഡ്. ആ ഒരു നട്ട് സീഡ് എവിടെയാണ് അറ്റാച്ച് ചെയ്തത്, പുറത്താണ് അറ്റാച്ച് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ചർ ഓഫ് സിമ്പിൾ ഫ്രൂട്ട്സ് മാംഗോ ആൻഡ് ബിറ്റർ ഗോഡ് ആർ ഗിവൺ ബിലോ. എന്നിട്ട് നിങ്ങളോട് പറയാണ്, ഒബ്സർവ് ദം ആൻഡ് റൈറ്റ് ദി റീസൺ ഫോർ ദി ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് സീഡ്സ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയിട്ട് ഇതിൻ്റെ സീഡ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട്, അതിനുള്ള കാരണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാരണം എന്ത് എഴുതാം. അപ്പോൾ മാംഗോ ഹാസ് 1 സീഡ് ബിക്കോസ് ഇറ്റ് ഡെവലപ്പ് ഫ്രം എ ഫ്ലവർ വിത്ത് 1 ഒവ്യൂൾ. ഒരു ഒവ്യൂൾ, മാംഗോക്ക് 1 സീഡേ ഉള്ളൂ. കാരണം എന്താണ്, അത് ഒരു ഒവ്യൂളുള്ള ഫ്ലവർ എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ബിറ്റർ ഗോഡിന് എന്തുണ്ട്, കുറേ സീഡ്സ് ഉണ്ട്. കാരണം അത് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഫ്രം എ ഫ്ലവർ വിത്ത് മെനി ഒവ്യൂൾസ്. കുറേ ഒവ്യൂൾസ് ഉള്ള ഫ്ലവർ എന്നാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ആണ് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, എ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം എ ഫ്ലവർ. ഒരു ഫ്രൂട്ട് ഫോം ചെയ്യുന്നത് ഒരു ഫ്ലവർ എന്നാണ് പറയുന്നത്. മോർ ദാൻ 1 ഫ്രൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം 1 ഫ്ലവർ. ഒരു ഫ്ലവറിന് കുറേ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അടുത്തത് ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ് കമ്പൈൻഡ് ടു ഫോം 1 സിംഗിൾ ഫ്രൂട്ട്. അതായത് ഇൻഫ്ലോറസൻസ് എന്ന് ഫോം ചെയ്തിട്ടുള്ള ഫ്രൂട്ട് മൊത്തത്തിൽ കൂടി ചേർന്നിട്ടാണ് ഒരു സിംഗിൾ ഫ്രൂട്ട് ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞത്. അടുത്തത് ഈച്ച് ഫ്ലവർ ഇൻ ആൻ ഇൻഫ്ലോറസൻ ബിക്കം എ ഫ്രൂട്ട്. ഒരു ഇൻഫ്ലോറസൻസിലുള്ള ഓരോ ഫ്ലവറും ഫ്രൂട്ടായിട്ട് മാറും എന്നാണ് പറഞ്ഞത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ഫ്രൂട്ട് ഫോംഡ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ് കമ്പൈൻഡ് ടു ഫോം 1 സിംഗിൾ ഫ്രൂട്ട്. ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ് കമ്പൈൻഡ് ടു ഫോം എ സിംഗിൾ ഫ്രൂട്ട്. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് സബ്സ്റ്റൻസസ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് മോളിക്യൂൾ ആർ ഗിവൺ. സബ്സ്റ്റൻസസും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, മോളിക്യൂളിൻ്റെ അറേഞ്ച്മെൻറ്റും താഴെ തന്നിട്ടുണ്ട്. അനലൈസ് ദി ടേബിൾ. താഴെ തന്നിട്ടുള്ള ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്യുക. റൈറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് അറേഞ്ച്മെൻറ്റ്. എന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് അറേഞ്ച്മെൻറ്റ് ആയിട്ടുള്ളത് എന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, ഐസ് എ 1 ഐസാണ്. അതിൽ എ ആയിട്ട് എന്താ തന്നത്, അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി വാട്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നിട്ടുണ്ട്. വാട്ടർ വേപ്പറും തന്നിട്ടുണ്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക. ഇപ്പോൾ ഐസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മോളിക്യൂൾസ് എങ്ങനെയാണ്, ടൈറ്റ്ലി പാക്ക്ഡ് ആണ് ഉണ്ടാവുക. ഐസ് ആണെന്നുണ്ടെങ്കിൽ മോളിക്യൂൾസ് ടൈറ്റ്ലി പാക്ക്ഡ് ആണ് ഉണ്ടാവുക. വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത്ര ടൈറ്റ് ആയിട്ടാവില്ല പാക്ക് ചെയ്യുക. ഇനി വാട്ടർ വേപ്പർ ആണെങ്കിലോ ഫാറായിട്ടാണ് മോളിക്യൂൾസ് പാക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്, എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ കറക്റ്റ് ആയിട്ടുള്ളത്. 1 ഏതാണ് വരുന്നത്, 1 ബി ആണ് വരുന്നത്, 2 സി ആണ് വരുന്നത്, 3 എ ആണ് വരുന്നത്. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്, 1 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തതാണ് റൈറ്റ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ആൻഡ് ദെയർ ഷേപ്പ് ഓഫ് ഐസ് ആൻഡ് വാട്ടർ. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂളും അതുപോലെ തന്നെ ഐസിൻ്റെയും വാട്ടറിൻ്റെയും ഷേപ്പൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാനാണ് പറഞ്ഞത്. അതെങ്ങനെ എഴുതാം.
സോളിഡിൽ അതായത് ഐസിലാണെന്നുണ്ടെങ്കിൽ മോളിക്യൂൾ ടൈറ്റ്ലി പാക്ക്ഡ് ആണ്, വെരി ലിറ്റിൽ മൂവ്മെൻ്റ് ആണ് അവിടെ കാണിക്കുന്നത്. ലിക്വിഡ്സ് വാട്ടറിലാണെങ്കിൽ മോളിക്യൂൾ ലൂസ്ലി പാക്ക്ഡ് ആണ്, ക്യാൻ മൂവ് സ്ലൈഡ്ലി, കുറച്ചതിന് മൂവ് ചെയ്യാൻ പറ്റും. ഗ്യാസസിലാണെങ്കിൽ മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട്, മോളിക്യൂൾസ് കുറേ ദൂരമാണ് ഉണ്ടാവുക, അത് മൂവ് ഫ്രീ ആയിട്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് പറയുകയാണ് എക്സാമിൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ, താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാനാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുമ്പം എയർ ഈസ് എ മിക്സ്ചർ, എയർ ഒരു മിക്സ്ചർ ആണെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്യുവർ സബ്സ്റ്റൻസ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് ആണെന്നാണ് പറഞ്ഞത്. ആർ ദി സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എഴുതണം. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ആൻസർ എന്ത് ചെയ്താൽ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ് കറക്റ്റാണ്, ബിക്കോസ് എയർ കൺസിസ്റ്റ് ഓഫ് വേരിയസ് ഗ്യാസസ്, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു മിക്സ്ചറാണ്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് വിത്ത് എ ഫിക്സഡ് കോമ്പോസിഷൻ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ വിച്ച് ക്വാളിഫൈസ് ഇറ്റ് ആസ് പ്യുവർ സബ്സ്റ്റൻസ്. സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്, കാരണം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അടുത്തത് സം ഇൻസ്റ്റൻസ് വേർ കോമ്പണൻസ് നീഡ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം മിക്സ്ചേഴ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്, അവിടുന്ന് കോമ്പണൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഒരു മിക്സ്ചറാണ് തന്നിട്ടുള്ളത്, ആ മിക്സ്ചറിന് കോമ്പണൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെപ്പറേറ്റിംഗ് സ്റ്റാഫ് ഫ്രം ദി റൈസിൽ നിന്ന് ഷാഫ് സെപ്പറേറ്റ് ചെയ്യണം. ലെമൺ സീഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ലൈം ജ്യൂസിൽ നിന്ന് ലെമൺ സീഡ്സ് സെപ്പറേറ്റ് ചെയ്യണം. ബിറ്റർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്, ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡിൽ നിന്ന് ബട്ടർ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റിംഗ് ബംഗാൾ ഗ്രാം ഫ്രം റൈസിൽ നിന്ന് ബംഗാൾ ഗ്രാം സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് സെപ്പറേറ്റിംഗ് ഷാഫ് ഫ്രം റൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത്, വിന്നോയിങ് ആണ് ചെയ്യേണ്ടത്. ലെമൺ സീഡ്സ് ലൈം ജ്യൂസ് നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സീവിങ് ആണ് ചെയ്യേണ്ടത്. ബട്ടർ ഫ്രം കേർഡിൽ നിന്ന് ബട്ടർ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേണിങ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യണം. പിന്നെ ബംഗാൾ ഗ്രാം റൈസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് പിക്കിങ്ങോ അല്ലെങ്കിൽ സീവിങ്ങോ ചെയ്യണം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏത് പ്രോപ്പർട്ടി, ഈ കോമ്പണൻറ്റ് ഏത് പ്രോപ്പർട്ടിയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം. ഇപ്പോൾ സെപ്പറേറ്റിംഗ് ഷാഫ് ഫ്രം റൈസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റിലുള്ള പ്രോപ്പർട്ടിയാണ്, ഡിഫറൻസ് ഇൻ വെയിറ്റ് ഓർ മാസ് ആണ് യൂസ് ചെയ്യുന്നത്. ലെമൺ സീഡ് ലൈം ജ്യൂസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബട്ടർ കേർഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ഡെൻസിറ്റി എന്നുള്ള ആ ഒരു ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ബംഗാൾ ഗ്രാം റൈസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ സൈസോ ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡു യു സെപ്പറേറ്റ് ദി കോമ്പണൻസ് ഫ്രം എ മിക്സ്ചർ ഓഫ് സാൾട്ട് ആൻഡ് സാൻഡ്. ഒരു മിക്സ്ചർ ഓഫ് സാൾട്ടും സാൻഡും ഉണ്ട്, അതിൽ നിന്ന് എങ്ങനെയാണ് കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക? ഇത് 3 രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാം. ഡിസൊല്യൂഷൻ, ഫിൽട്രേഷൻ, ഇവാപ്പറേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. ഡിസൊല്യൂഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ ആ മിക്സ്ചറിലേക്ക് വാട്ടർ ഒഴിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സോൾട്ട് ഡിസോൾവ് ആവും വാട്ടറിൽ. എന്നിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ എന്താവും, വൈൽ ദി സാൻഡ് വിൽ റിമെയിൻ അൺഡിസോൾവ്ഡ്, ആ സാൻഡ് എന്താവും അൺഡിസോൾവ് ആവും, വാട്ടർ ഡിസോൾവ് ആവും. ഇനി ഫിൽട്രേഷൻ വഴിയാണെങ്കിൽ ആ മിക്സ്ചർ ഫിൽട്ടർ ചെയ്യുക. സാൻഡ് എന്ത് ചെയ്യും, ഫിൽറ്റർ പേപ്പറിൽ അവിടെ അവശേഷിക്കും. സോൾട്ട് സൊല്യൂഷൻ എന്ത് ചെയ്യും, അതിലൂടെ പാസ് ചെയ്ത് പോകും. ഇനി ഇവാപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ നമ്മൾ ഹീറ്റ് ചെയ്യുക, വാട്ടർ എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യും. പക്ഷേ സോളിഡ് സോൾട്ട് എന്ത് ചെയ്യും, അവിടെ നിൽക്കും എന്നാണ് പറയുന്നത്. വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, സോളിഡ് സോൾട്ട് അതിൽ ലീവ് ചെയ്യും എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റീസൺ വൈ സ്റ്റോൺസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ജാഗ്രി. ജാഗ്രിയിൽ നിന്ന് സ്റ്റോൺസ് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ കളറിലുള്ള ഡിഫറൻസ്, സൈസിലുള്ള ഡിഫറൻസ് ഇൻ സോലിബിലിറ്റിയിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഇതേതും അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡിഫറൻസ് ഇൻ സോലിബിലിറ്റി ആണ്. കാരണം എന്താണ്, ജാഗ്രി വാട്ടറിൽ ഡിസോൾവ് ചെയ്യും, സ്റ്റോൺസ് ഡിസോൾവ് ചെയ്യൂല. അലോയിങ് ദം ടു സെപ്പറേറ്റഡ് ത്രൂ ഫിൽട്രേഷൻ ആഫ്റ്റർ ഡിസൊല്യൂഷൻ. അപ്പോൾ ഡിസൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഇതിൽ ലയിപ്പിക്കുക, ജാഗ്രീനെ വെള്ളത്തിൽ ലയിപ്പിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക. അങ്ങനെ ആകുമ്പം എന്ത് ചെയ്യും, സ്റ്റോണ് അവിടെ ആ ഒരു അരിപ്പയിൽ തങ്ങി നിൽക്കും. ജാഗ്രി അടങ്ങിയിട്ടുള്ള വാട്ടർ അരിപ്പയിലൂടെ താഴേക്ക് പോകും. നിങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെ.
അടുത്തത് 2 കോൺവേഴ്സേഷൻ ആണ് തന്നത്. അതിൽ ആദ്യത്തെ കുട്ടി പറയാണ് നെറ്റ്മക് ട്രീ നീഡ് അനദർ നെറ്റ്മക് ട്രീ ടു ബിയർ ഫ്രൂട്ട്സ്. ഒരു നെറ്റ്മക് ട്രീ ഫ്രൂട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു നെറ്റ്മക് ട്രീ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരു കുട്ടി പറയാണ് മാംഗോ ട്രീ ബിയർ ഫ്രൂട്ട്സ് ഈവൻ ഇറ്റ് ഈസ് ജസ്റ്റ് വൺ. മാംഗോ ട്രീ ഇപ്പോൾ ഒറ്റൊന്നാണെങ്കിൽ പോലും അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളോട് പറയാണ് എ നെറ്റ്മക് ട്രീ ഡസ് നോട്ട് ബിയർ ഫ്രൂട്ട്സ് ഇഫ് ഇറ്റ് ഈസ് ഓൺലി വൺ. റൈറ്റ് ദ റീസൺ. ഒരു നെറ്റ്മക് ട്രീ ഒന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൽ ഫ്രൂട്ട് ഉണ്ടാവില്ല. എന്താണ് അതിന് കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്താണ് നെറ്റ്മക് ട്രീ ആർ ഡയേഷ്യസ്. നെറ്റ്മക് ട്രീ എന്താണ് ഡയേഷ്യസ് ആണ്. മീനിങ് ദാറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഗ്രോ ഓൺ സെപ്പറേറ്റ് ട്രീസ്. കാരണം എന്താണ് അതിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെപ്പറേറ്റ് മരത്തിലാണ് ഉള്ളത്. ഇഫ് ദർ ഈസ് ഓൺലി വൺ ട്രീ, ഒരു ട്രീ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബിയർ ഫ്രൂട്ട് ബിക്കോസ് ഇറ്റ് റിക്വയർ എ നിയർ ബൈ മെയിൽ ട്രീ ഫോർ ക്രോസ് പോളിനേഷൻ. അവിടെ ക്രോസ് പോളിനേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു മെയിൽ ട്രീ അതിന് അടുത്ത് വേണം. എന്നാലേ ആ ഫീമെയിൽ ട്രീക്ക് ഫ്രൂട്ട്സിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ് അത് ഡയേഷ്യസ് ആണ്. അതായത് ഒരു മരത്തിൽ ഫീമെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മെയിൽ ഉണ്ടാവില്ല. വേറൊരു മരത്തിലാണെന്നുണ്ടെങ്കിൽ മെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫീമെയിൽ ഉണ്ടാവില്ല. രണ്ടും ഒരുമിച്ച് ഒരു മരത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നെറ്റ്മക് ട്രീ 2 എണ്ണം വേണമെന്ന് പറയുന്നത്. അടുത്തത് ദി ടേബിൾ ഷോ എ ലിസ്റ്റ് ഓഫ് ഫ്ലവേഴ്സ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഈസ് ഗിവൺ ബിലോ. അപ്പം നമുക്ക് താഴെ ലിസ്റ്റ് ഓഫ് ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്, പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഫ്ലവർ ഏതൊക്കെയാണ് തന്നത്, പേഡി, ഐക്സോറ തന്നിട്ടുണ്ട്. പിന്നെ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഹണിബിയും മോത്ത് തന്നിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നേ തന്നിട്ടുള്ളൂ, വൈറ്റ് ആൻഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവർ ആണെന്നാണ് തന്നത്. ഇത് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം. പേഡിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റ് വിൻഡാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, സ്മോൾ ലൈറ്റ് പോളൻ, നോ നെക്ടേഴ്സ് അല്ലെങ്കിൽ സെൻറ്റ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്, സ്മെല്ലൊന്നുമില്ല എന്നാണ് പറയുന്നത്. സ്മോൾ ആൻഡ് ലൈറ്റ് പോളനാണ്. ഐസോറ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റ് ഹണീബി ആണ്. അതിൻ്റെ ക്യാരക്ടർ എന്താണ്, ബ്രൈറ്റ്ലി കളേർഡ് ആൻഡ് നെക്ടർ റിച്ച് ആണ്. അതായത് അതിൻ്റെ കളർ എന്താണ്, ബ്രൈറ്റ് ആണ്. അതുപോലെ തന്നെ തേന് അതിലുണ്ടാവും. അടുത്തത് ജാസ്മിൻ അല്ലെങ്കിൽ ട്യൂബറോസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റ് മോത്താണ്. വൈറ്റ് ആൻഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവറാണ്. അത് വൈറ്റ് മണം സ്മെല്ലുള്ള ഫ്ലവറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുല്ല, അതാണ് ജാസ്മിൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സം സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു പോളിനേഷൻ ആർ ഗിവൺ ബിലോ. പോളിനേഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബോത്ത് സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ ഡയേഷ്യസ് പ്ലാന്റ്. ഡയേഷ്യസ് പ്ലാന്റിൽ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും നടക്കും എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഡയേഷ്യസ് പ്ലാന്റ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ്. ഡയേഷ്യസ് പ്ലാന്റിൽ ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ മൊണേഷ്യസ് പ്ലാന്റ്. മൊണേഷ്യസ് പ്ലാന്റിൽ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും നടക്കും എന്നാണ് പറയുന്നത്. അടുത്തത് ഇൻ മൊണേഷ്യസ് പ്ലാന്റ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ്. മൊണേഷ്യസ് പ്ലാന്റിൽ ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം അതുപോലെ തന്നെ 3ഉം ആണ് കറക്റ്റായിട്ടുള്ളത്. അപ്പം ബി ഓപ്ഷനാണ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ആൻഡ് 3 ആർ കറക്റ്റ്. അടുത്തത് റൈറ്റ് ദി ലേബൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ. അപ്പോൾ ഇതിൽ എ ബി സി തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ പാർട്ടാണെന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് എഴുതാം. എന്താണ്, സ്റ്റിഗ്മയാണ്. ബി എന്ന് പറഞ്ഞാൽ ഓവറിയാണ്. സി എന്ന് പറഞ്ഞാൽ തലാമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആർ ഗിവൺ ബിലോ. കുറച്ച് സ്റ്റേജസ് ഓഫ് ഫെർട്ടിലൈസേഷൻ താഴെ തന്നിട്ടുണ്ട്. റൈറ്റ് ദം ഇൻ കറക്റ്റ് ഓർഡർ. അതൊരു കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ തന്നത്, പോളൻ ഗ്രെയിൻസ് ഗ്രോ ഡൗൺ ത്രൂ സ്റ്റൈൽ ഇൻ ദി ഫോം ഓഫ് എ ട്യൂബ്. അടുത്തത് എന്താ തന്നത്, മെയിൽ ഗാമീറ്റ്സ് ഫ്യൂസസ് വിത്ത് ദി എഗ് ടു ഫോം സൈഗോട്ട്. തേർഡോ പോളൻ ഗ്രെയിൻ ഫോൾ ഓൺ സ്റ്റിഗ്മ. ഫോർത്ത് എന്താ തന്നത്, മെയിൽ ഗാമീറ്റ്സ് റീച്ചസ് ദി ഓവറി ത്രൂ ദിസ് ട്യൂബ്. ഇതെങ്ങനെ നമുക്ക് ഓർഡറിൽ എഴുതാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം, പോളൻ ഗ്രെയിൻസ് ഫാൾ ഓൺ സ്റ്റിഗ്മ എന്ന് എഴുതാം. സെക്കൻഡ് പോളൻ ഗ്രെയിൻസ് ഗ്രോ ഡൗൺ ത്രൂ സ്റ്റൈൽ ഇൻ ദി ഫോം ഓഫ് ട്യൂബ് എന്ന് എഴുതാം. തേർഡ് ഏതാണ്, മെയിൽ ഗാമീറ്റ്സ് റീച്ചസ് ദി ഓവറി ത്രൂ ദിസ് ട്യൂബ്. ഫോർത്ത് മെയിൽ ഗാമീറ്റ്സ് ഫ്യൂസസ് വിത്ത് എഗ് ടു ഫോം സൈഗോട്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഓർഡർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് യൂസിങ് ദി പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് മേക്ക് എ ടോയ് ഓഫ്
ഫിഷ് മൂവിങ് ടുവാർഡ്സ് ദി ഹുക്ക്. അപ്പം നമ്മളുടെ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഒരു ഫിഷ് ഹുക്കിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നത് പോലെയുള്ളൊരു ടോയ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ദി മാഗ്നറ്റ് ആൻഡ് ദി ഹുക്ക് ആർ അവൈലബിൾ. മാഗ്നറ്റും ഹുക്കും അവൈലബിൾ ആണ്. വാട്ട് ആർ ദി അതർ മെറ്റീരിയൽ നീഡഡ്? എന്തൊക്കെയാണ് വേറെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്? റൈറ്റ് ദി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് എഴുതാൻ പറയുന്നത്. ടോയ് ഫിഷ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് അല്ലെങ്കിൽ പേപ്പർ വേണം, സിസേഴ്സ് വേണം, അയേൺ പേപ്പർ ക്ലിപ്പ് വേണം, അല്ലെങ്കിൽ ചെറിയൊരു അയേൺ പീസ് വേണം, ത്രെഡ് വേണം, ഒരു സ്റ്റിക്ക് വേണം. എങ്ങനെയാണ് മെത്തേഡ്? കട്ട് എ ഫിഷ് ഷേപ്പ് ഔട്ട് ഓഫ് ദി കാർഡ്ബോർഡ്. കാർഡ്ബോർഡിൽ നിന്ന് ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. അറ്റാച്ച് ദി അയേൺ പേപ്പർ ക്ലിപ്പ് ടു ദി മൗത്ത് ഓഫ് ദി ഫിഷ്. ഫിഷിൻ്റെ മൗത്തിൽ എന്ത് ചെയ്യുക? ഒരു അയേൺ പേപ്പർ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുക. ടൈ ദി മാഗ്നറ്റ് ടു എൻഡ് ഓഫ് ദി ത്രെഡ് ആൻഡ് അറ്റാച്ച് ദി ത്രെഡ് ടു സ്റ്റിക്ക് ടു ആക്ട് ആസ് എ ഫിഷിംഗ് റോഡ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ത്രെഡിൻ്റെ എൻഡ് എന്ത് ചെയ്യുക? മാഗ്നറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻഡ് അറ്റാച്ച് ദി ത്രെഡ് ടു സ്റ്റിക്ക്. ആ ത്രെഡ് സ്റ്റിക്കിൽ അറ്റാച്ച് ചെയ്യുക. അതെന്തായിട്ട് ആക്ട് ചെയ്യും? അതൊരു ഫിഷിംഗ് റോഡായിട്ട് ആക്ട് ചെയ്യും. വെൻ യു ബ്രിങ് ദി മാഗ്നറ്റ് നിയർ ദി ഫിഷ്, നിങ്ങൾ മാഗ്നറ്റ് ഫിഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫോഴ്സ് വിൽ അട്രാക്ട് ദി അയേൺ ക്ലിപ്പ്. ആ മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? അയേൺ ക്ലിപ്പിനെ അട്രാക്ട് ചെയ്യും. മേക്കിംഗ് ദി ഫിഷ് മൂവ് ടുവാർഡ്സ് ദി ഹുക്ക്. അപ്പോൾ ഈ ഫിഷ് എന്ത് ചെയ്യും? ഹുക്കിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് മാഗ്നറ്റ്. നിങ്ങൾക്ക് ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നോർത്ത് സൗത്ത് ആണ് അത് അറേഞ്ച് ചെയ്തത്. സെക്കൻഡ് ഫിഗറിൽ നോർത്ത് സൗത്ത്, നെക്സ്റ്റ് മാഗ്നറ്റ് സൗത്ത് നോർത്താണ് വരുന്നത്. അടുത്തതിൽ നോർത്ത് സൗത്ത് നോർത്ത്, പിന്നെ നോർത്ത് സൗത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നിങ്ങളോട് ചോദിക്കുകയാണ് ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു ദി മാഗ്നറ്റ് അട്രാക്റ്റ്. ഇതിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുക? ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു ദി മാഗ്നറ്റ് റിപ്പൽ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് മാഗ്നറ്റ് റിപ്പൽ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരേ പോൾ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നോർത്തും വരികയാണെന്നുണ്ടെങ്കിൽ റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ സൗത്തും വരികയാണെങ്കിൽ റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് പോൾസ് ആണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നോർത്തും സൗത്തും അട്രാക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ സൗത്തും നോർത്തും അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അട്രാക്റ്റ് ചെയ്യുക. ഒരേ പോൾ വരികയാണെങ്കിൽ റിപ്പൽ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെയാണ് അട്രാക്റ്റ് ചെയ്യുകയെന്ന് ആദ്യം നോക്കാം. ഏതൊക്കെയാണ് അട്രാക്റ്റ് ചെയ്യുക? ഇവിടെ നോർത്തും സൗത്തും ആണ് വന്നത്. അപ്പം ഇതെന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ഇനി എവിടെ നോക്കാം? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെയും നോർത്തും സൗത്താണ് വന്നത്, അട്രാക്റ്റ് ചെയ്യും. ഇവിടെയും നോർത്തും സൗത്താണ് വന്നത്, അട്രാക്റ്റ് ചെയ്യും. ഇനി എവിടേക്കാണ് റിപ്പൽ ചെയ്യാൻ നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടോ സൗത്തും ആണ്, ഇവിടെയും സൗത്തും ആണ്. അപ്പം ഇത് രണ്ടും എന്താ ചെയ്യുക? റിപ്പൽ ചെയ്യാണ് ചെയ്യുക. ഇനി അടുത്തത് എ ഫ്രണ്ട് ഹൂ ഫെൽ വൈൽ പ്ലേയിങ് ഫീൽസ് പെയിൻ ആൻഡ് ഡിഫിക്കൽറ്റി ടു മൂവ് ഹിസ് ലെഗ്. ഹിസ് ഹാൻഡ്, അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വീണു, അവർക്ക് എന്ത് തോന്നുന്നുണ്ട്? വേദന കാരണം, അവരുടെ കാലിൽ വേദന കാരണം കാല് അനക്കാൻ പറ്റുന്നില്ല. ദി ചൈൽഡ് ഷുഡ് ബി ടേക്കൺ ടു ഹോസ്പിറ്റൽ വിത്തൗട്ട് മൂവിങ് ഹിസ് ഹാൻഡ്. അപ്പം അവരുടെ കൈ അനക്കാൻ പറ്റുന്നില്ല. ദി ചൈൽഡ് ഷുഡ് ബി ടേക്കൺ ടു ഹോസ്പിറ്റൽ വിത്തൗട്ട് മൂവിങ് ഹിസ് ഹാൻഡ്. അപ്പോൾ ആ കുട്ടിയുടെ കൈ അനക്കാതെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. വാട്ട് ഫസ്റ്റ് എയ്ഡ് വുഡ് യു ഗിവ്? നിങ്ങൾ എന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കുക? അതായത് ആ കുട്ടീനെ കൈ അനക്കാതെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കുക? റൈറ്റ് ഡൗൺ ദി മെറ്റീരിയൽ റിക്വയർഡ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ഗിവിങ് ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ മെറ്റീരിയലാണ് വേണ്ടതെന്നും നിങ്ങൾ എങ്ങനെയാണ് ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ള പ്രൊസീജിയറും എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ മെറ്റീരിയൽ വേണ്ടത്? ഒരു ട്രയാങ്കുലാർ ബാൻഡേജ് വേണം, അല്ലെങ്കിൽ ഒരു ലാർജ് പീസ് ക്ലോത്ത്, സ്കാർഫോ അങ്ങനെ എന്തെങ്കിലും വേണം. പിന്നെ സേഫ്റ്റി പിന്ന് വേണം. പിന്നെ വുഡൻ സ്കെയിലോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള കാർഡ്ബോർഡോ വേണം. ഇനി എന്താ നിങ്ങൾ ചെയ്യുക? ഇമ്മൊബിലൈസ്, ഡു നോട്ട് ട്രൈ ടു മൂവ് ഓർ സ്ട്രൈറ്റൻ ദി ഇഞ്ചേർഡ് ആം. ആ പൊട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചറി ഉള്ള ആ ഒരു കൈ എന്ത് ചെയ്യരുത്? മൂവ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അത് നേരെയാക്കാൻ നോക്കുകയോ ചെയ്യരുത്. അപ്ലൈ എ സ്പ്ലിൻറ്റ്, എന്ത് ചെയ്യുക? കാർഡ്ബോർഡോ സ്കെയിലോ എന്ത് ചെയ്യുക? ആ ആമിന് താഴെ വെക്കുക, എന്നിട്ട് അത് ബെൻഡ് ചെയ്യാതെ നോക്കണം. അപ്ലൈ എ സ്ലിങ്, ഫോൾഡ് ദി ക്ലോത്ത് ഇൻ ടു എ ട്രയാങ്കിൾ. നിങ്ങളെ കയ്യിലുള്ള ക്ലോത്ത് എന്ത് ചെയ്യുക? ട്രയാങ്കിളിൻ്റെ ആകൃതിയിൽ മടക്കുക. പ്ലേസ് ദി ആം അക്രോസ് ദി ചെസ്റ്റ്, എന്നിട്ട് എന്ത് ചെയ്യുക? ആ ആം ചെസ്റ്റിൻ്റെ അടുത്തേക്ക് വെക്കുക. ആൻഡ് സപ്പോർട്ട് ഇറ്റ് വിത്ത് ദി ക്ലോത്ത്. നിങ്ങൾ കണ്ടിട്ടില്ലേ കൈ പൊട്ടിയ ആൾക്കാരെ കഴുത്തിലൂടെ കയറിട്ടിട്ട്, കയറല്ല കഴുത്തിലൂടെ ഒരു തുണി പോലെയുള്ള സാധനം കെട്ടിയിട്ട് നിങ്ങൾ കാണാറില്ലേ? അതുപോലെ വെക്കാനാണ് പറയുന്നത്. അടുത്തത് ട്രാൻസ്പോർട്ട്, കീപ് ദി പേഴ്സൺ കാം ആൻഡ് ടേക്ക് ദം ടു ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക.
ഇത് ഇൻ ആൻ അവയർനെസ് ക്ലാസ് കണ്ടക്റ്റഡ് ബൈ ഹെൽത്ത് ക്ലബ്ബ്. ഒരു ഹെൽത്ത് ക്ലബ്ബ് എന്ത് ചെയ്തു? അവയർനെസ് ക്ലാസ് നടത്തി. ദി ഡോക്ടർ സജസ്റ്റഡ് ടു ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ്, എഗ്സ് ആൻഡ് മിൽക്ക് ഇൻ ഡയറ്റ് ഫോർ ബോൺ ഹെൽത്ത്. ഡോക്ടർ എന്ത് പറഞ്ഞു? ബോണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ലീഫി വെജിറ്റബിൾസും മുട്ടയും പാലും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. വാട്ട് കുഡ് ബി ദി റീസൺ? അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താണ്? ദീസ് ഫുഡ്സ് ആർ റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. ഈ ഫുഡ് എന്താണ്? കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും റിച്ച് സോഴ്സാണ്. വിച്ച് ആർ ദി പ്രൈമറി മിനറൽ ദാറ്റ് ബിൽഡ് ആൻഡ് സ്ട്രെങ്തൻ ബോൺസ്. നമ്മുടെ ബോൺസിനെ ബിൽഡൻ ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനുള്ള പ്രൈമറി മിനറൽസ് ആണ് ഇത്. അഡീഷണലി മിൽക്ക് ആൻഡ് എഗ്സ് കണ്ടെയ്ൻ വൈറ്റമിൻ ഡി. അതുപോലെ തന്നെ മിൽക്കിലും എഗ്ഗിലും എന്തുണ്ട്? വൈറ്റമിൻ ഡി ഉണ്ട്. വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ബോഡി ടു എഫക്റ്റീവ്ലി അബ്സോർബ് കാൽഷ്യം ഫ്രം ദി ഡയറ്റ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി എന്തിനാവശ്യമാണ്? നമ്മളുടെ ഡയറ്റിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, നമ്മൾ കഴിക്കുന്ന കാൽഷ്യം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വൈറ്റമിൻ ഡി വേണം. അടുത്തതാണ് ഒബ്സർവ് ദി പിക്ചർ. നിങ്ങളോട് ഈ ഒരു പിക്ചർ അനിമൽ സെല്ലിൻ്റെയും പ്ലാന്റ് സെല്ലിൻ്റെയും പിക്ചർ ഉണ്ട്. അതിലെന്തൊക്കെയാണ് അടയാളപ്പെടുത്തിയത്? റൈബോസോം ഉണ്ട്, ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, വാക്യൂള്, അതുപോലെ തന്നെ സൈറ്റോപ്ലാസം. ഇതൊക്കെ പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും ഉണ്ട്. ഇനി ക്ലോറോപ്ലാസ്റ്റും സെൽവാളും പ്ലാന്റ് സെല്ലിൽ മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, റൈറ്റ് ദി പാർട്സ് ദാറ്റ് ആർ കോമൺ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽ സെല്ല്. പ്ലാന്റ്സിലും അനിമൽസിലും കോമൺ ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, റൈബോസോം, വാക്യൂളൊക്കെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പ്ലാന്റ്സിൽ ലാർജ് സെൽ വാക്യൂൾ ഉണ്ട്. അനിമൽ സെല്ലിലാണെന്നുണ്ടെങ്കിൽ സ്മോളർ വാക്യൂളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് സെൽ ഓർഗനൽ ഹെൽപ്പ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് പാർട്ട് ഓഫ് സെൽ കൺട്രോൾ ദി ഫങ്ഷൻ ഓഫ് ദി സെൽ. ഇതിൻ്റെ രണ്ടിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചത്. പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് റൈബോസോമാണ്. അടുത്തത് സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ഫോർ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സെൽ ആർ ഗിവൺ ബിലോ. സെല്ലിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദം ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? സെൽസ് ആർ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം. അടുത്തത് യൂഗ്ലീന ഈസ് എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അടുത്തത് സെൽ ക്യാൻ ബി ഒബ്സർവ്ഡ് യൂസിങ് ഹാൻഡ് ലെൻസ്. അടുത്തത് മൈറ്റോകോൺട്രിയൻ പ്രൊഡ്യൂസസ് ദി എനർജി റിക്വയർഡ് ഫോർ ദി സെൽ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. ഏതാണ്? ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? സെൽ ആർ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം കറക്റ്റാണ്. അടുത്തത് യൂഗ്ലീന ഈസ് എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്നുള്ളത് എന്താണ്? തെറ്റാണ്. കറക്റ്റ് അല്ല, തെറ്റാണ്. അടുത്തത് സെൽ ക്യാൻ ബി ഒബ്സർവ്ഡ് യൂസിങ് ഹാൻഡ് ലെൻസ് ഒന്നും യൂസ് ചെയ്തിട്ട് സെൽ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, മൈക്രോസ്കോപ്പ് വേണം. അടുത്തത് മൈറ്റോകോൺട്രിയോൺ പ്രൊഡ്യൂസസ് ദി എനർജി റിക്വയർഡ് ഫോർ ദി സെൽ കറക്റ്റാണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 4ഉം ആണ് കറക്റ്റ്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്.